ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടിക്ക് ഒരു ദേശീയ ജനറൽ സെക്രട്ടറി വന്നതുകൊണ്ടൊന്നും രക്ഷയുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ MA ബേബിയുടെ ഈ സ്ഥാനാരോഹണം പലരും വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ CPMന് ഒരു രക്ഷകനായി മാറുമോ MA ബേബി? ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് പലരും ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് ഞാൻ. ഭാരതത്തിൽ ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ പ്രസക്തി നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. കാരണം ഇത്രയധികം ഇല്ലാത്തവരുള്ള അധസ്ഥിത ജനവിഭാഗമുള്ള ഒരു രാജ്യത്ത് അവർക്ക് മറുപടിയാണോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ കമ്മ്യൂണിസം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. എങ്കിലും മോഹിപ്പിക്കാനെങ്കിലും കരുതുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ പറ്റുന്നൊരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വർഗസമരത്തിൻ്റെ പ്രത്യയശാസ്ത്രം വിട്ട് വർഗീയതയിലേക്ക് വർഗീയ പ്രീണനത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പം പാർട്ടിയുടെ ചരിത്രം അവിടെയാണ് അവസാനിച്ചത്. ആ അങ്ങനെ അവസാനിപ്പിച്ചതിൻ്റെ ഒരു പ്രത്യക്ഷ ഒരു ഉദാഹരണം തന്നെയാണ് MA ബേബി. ഞാൻ പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരേ സമയത്ത് ഇന്ന് 71 വയസ്സുള്ള MA ബേബിയും 69 വയസ്സുണ്ടായിരുന്ന സുരേഷ് കുറുപ്പും DYFIയുടെയും SFIയുടെയും നേതാവായിരുന്നു. ജനിച്ച മതത്തിൻ്റെ പേരിലുള്ള പരിഗണനയുടെ പേരിൽ ബേബി പടവുകൾ ചവിട്ടി 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 മുന്നേറിയപ്പം ആ ജനിച്ചു പോയൊരു മതത്തിൻ്റെ പേരിൽ ലഭിക്കാവുന്ന എല്ലാ അവഗണനകളും അവഹേളനങ്ങളും ലഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതായ ആളാണ് സുരേഷ് കുറുപ്പ്. നല്ല പാർലമെന്റേറിയനായിരുന്നു. പാർലമെന്റേറിയനായിരുന്നു, മിടുക്കനായിരുന്നു. ആർക്കും ഒരു പരാതിയും പറയാനില്ല. ഒരു കതിരൂർ കേസിലും അതെ, ഒരു കിളിരൂർ കേസിലും ഒരു കവിയൂർ കേസിലും ഒന്നും സുരേഷ് കുറുപ്പ് വിട്ടൊന്നും ആരും പറയില്ല. ആ മനുഷ്യനെതിരെ ആരും അങ്ങനെ ആരോപണം പോലും ഉന്നയിക്കുകയില്ല. അദ്ദേഹത്തെ അവഹേളിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായാലും എന്താണ് ബേബിക്ക് കിട്ടിയ പ്രാധാന്യമെന്ന്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയായ പിണറായി വിജയന് കേരളത്തിന് മുഖ്യമന്ത്രി പദം സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി MA ബേബി എന്ന് പറയുമ്പം പെട്ടെന്ന് മനുഷ്യൻ്റെ സ്മരണയിലേക്ക് കടന്നു വരുന്ന ആ കവിയൂർ കിളിരൂർ സംഭവങ്ങളൊക്കെ വരുമ്പം ആ ഒരു വ്യക്തിക്കാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദമെന്ന് പറയുമ്പം അത് ഒരു ശരാശരി മലയാളിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ഇത് ഞാൻ പറയുമ്പം ഒരു കാര്യം ഓർക്കണം, ഞാൻ എന്തെങ്കിലും തെളിഞ്ഞ ആരോപണം അദ്ദേഹത്തിനെതിരെ പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, VS അച്യുതാനന്ദൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ആ കേസിലെ പ്രതികളെയൊക്കെ കയ്യാമം വെച്ച് വഴിയിൽ നടത്തുമെന്ന്. ആ വാക്ക് VS അച്യുതാനന്ദൻ പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഇങ്ങനൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതിന് VS അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്തിരുന്നെങ്കിലും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. ഞാനത് തന്നെ പറഞ്ഞു. അപ്പൊ ഈ സംഭവം നടന്നില്ലല്ലോ. ഈ പ്രതികളെ കയ്യാമം വെച്ചോ വെക്കാതെയോ തെരുവിൽ നടത്താൻ അച്യുതാനന്ദന് പറ്റിയില്ലല്ലോ. ആ അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഈ പാപഭാരത്തെ ഒരു ജനറൽ സെക്രട്ടറിയായി ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അച്യുതാനന്ദനെ കേരളത്തിൽ വളർത്തിയെടുത്ത ആരാണ്? മലയാള മനോരമ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പാർട്ടിയെ തകർക്കാനുള്ള ശക്തിയെ വളർത്തിയെടുക്കാനാണ് മനോരമ അച്യുതാനന്ദനെ കൊണ്ടുവന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. ആ മാധ്യമ വിഭാഗമാണ് ബേബിയെ പ്രൊജക്റ്റ് ചെയ്തതിന് മുമ്പിൽ നിന്നയാൾ. ഇത് പറയുമ്പോൾ ഒരു കാര്യം തീരെ കുറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഓർക്കണം. അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞതാണ്. മലയാള മനോരമ എന്നെക്കുറിച്ച് നല്ലതെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ്
എം.എ. ബേബിയെ കുറിച്ച് സകല കലാവല്ലഭൻ എന്തൊക്കെ കലയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അങ്ങോട്ട് തലക്കെട്ട് കൊടുത്ത് വാർത്ത കൊടുക്കുമ്പം സകല കാര്യങ്ങളിലും അപകടത്തിൻ്റെ, അന്യായത്തിൻ്റെ, അസ്വീകാര്യതയുടെ പ്രഭവ കേന്ദ്രമാണ് ബേബി എന്ന് പറയേണ്ടി വരും. ഇത് ഞാൻ പറയുമ്പം ഞാൻ കേവലം ആ ഒരു വ്യക്തിയെ അങ്ങനെ മാത്രം കാണുന്നുകൊണ്ടല്ല. കേരള രാഷ്ട്രീയത്തിലെ വർഗീയത ഒരു ഘടകമാണെങ്കിൽ കൃത്യമായും വർഗീയതയുടെ അജണ്ടയുള്ള ഒരാളാണ് ബേബി എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. 1980-കളിലാണ് എൻ്റെ ഓർമ്മ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട്. ഞങ്ങളൊക്കെ അവിടെയുള്ള കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അതിലെ ചെറിയൊരു അംഗമായിരുന്നു. എനിക്കൊന്ന് 25 വയസ്സുണ്ടുള്ളൂ. അതിലാണെന്ന് തോന്നുന്നു ഓംചേരിയൊക്കെ അംഗങ്ങളായിരുന്നു. അവിടെ ആരുമായിട്ടും ഒരു പ്രശ്നവുമില്ല. ആരെങ്കിലും നായന്മാർ മരിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ അതിന് ചടങ്ങുകൾ, വിവാഹത്തിന് സഹായം വേണ്ടവർക്ക് ആ സഹായം, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നാട്ടില്ലാത്തൊരു സംഘടന ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാര്യം 5 വിദ്യാർത്ഥികൾക്ക്, നിർധനരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ പരിപാടി ഉണ്ടാക്കി ഓരോ വർഷം തോറും. ഞാനന്ന് ഡൽഹി എൻഎസ്എസിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ തീരുമാനിച്ചത് ഈ സഹായം കൊടുക്കുന്നതിൽ ജാതി മതം നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ അതുപോലും ചെയ്തത്. അപ്പോഴാണ് എം.എ. ബേബി രാജ്യസഭാ മെമ്പറായിട്ട് അവിടെ എത്തി. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ആവേശം മൂത്തു. NSS ഡൽഹിയെ ഇല്ലാതാക്കണം. ഇത് ഡൽഹിയിൽ വിഭാഗീയത വളർത്തുന്ന ജാതിമത പ്രസ്ഥാനമാണ്. ആലോചിച്ച് നോക്കണം. അന്ന് YMCA ഉണ്ട്, അവിടെ YWCA ഉണ്ട്. അതിനെ ഒന്നും അതുപോലെ ശ്രീനാരായണ സെൻ്റർ ഉണ്ട്, മുസ്ലിം, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഡൽഹി അന്നും സംഘടനകളുണ്ട്. ഇതിനെ ഒന്നും എതിർക്കാൻ വേണ്ടി ബേബി പോയില്ല. ബേബിക്ക് എതിർക്കേണ്ടത് NSS ഡൽഹി ആയിരുന്നു. അതിനൊരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി വിത്തൽഭായ് പട്ടേൽ ഹൗസിൽ. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയായിരുന്നു അധ്യക്ഷൻ, ആ പരിപാടിയുടെ അധ്യക്ഷൻ, റിട്ടയർഡ് ജസ്റ്റിസ്. പങ്കെടുത്തവരാരൊക്കെയെന്നറിയണോ? OV വിജയൻ, M മുകുന്ദൻ, എടമറുക, ചെറിയ ഇടമറുക, സല്ല ഇടമറുക, ഇവരെല്ലാം ഈ 10-30 പേരുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭന്മാരുടെ സംഘടന അന്ന് NSS. VK ശിവരാമൻ നായർ എന്നൊക്കെ പറയുന്ന അഖില ലോക തലത്തിൽ മൻമോഹൻ സിംഗിനോടൊപ്പം അറിയപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. അവരൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കണ്ണിങ്ങായിട്ട് ഒരു കാര്യം ചെയ്തു. താരതമ്യേന ചെറുപ്പവും പ്രാഗൽഭ്യവും കുറഞ്ഞതുമായ എന്നെയാണ് NSSൻ്റെ പക്ഷം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ എൻ്റെ ധാരണ ഇതെല്ലാവരെയും എതിർക്കുന്നു, എല്ലാ ജാതി മത സംഘടനയും എതിർക്കുന്ന. പക്ഷെ ബേബിയുടെ സ്വാഗത പ്രസംഗം കഴിഞ്ഞ ഉടനെ ബേബി കൃത്യമാക്കി ഇത് NSSനെ മാത്രം എതിർക്കുന്ന സംഘടനയാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് സന്ദേശം കിട്ടി. ഉടനെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം കൊച്ചാണ് അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു NSSനെ പ്രതിനിധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം കേട്ടിടത്തോളം ഈ ചർച്ച NSS എതിരായിട്ട് മറ്റുള്ളവരെല്ലാം കൂടി നടത്തുന്ന ചർച്ചയായത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കഴിയട്ടെ. അന്ന് OV വിജയനും M മുകുന്ദനും എല്ലാവരും പറഞ്ഞ ശേഷം എനിക്ക് സമയം തന്നെ ഞാൻ മറുപടി പറഞ്ഞോളാന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു. അന്ന് അവിടെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒരു ചോദ്യം ഇതാണ്: വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരേ കാലത്ത് പൊതുജീവിതം ആരംഭിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സഖാവ് ശങ്കരനായിട്ട് മാറിയില്ല. ഏലംകുളത്ത് വിലക്കിയത് ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പേര് മാറ്റി സഖാവ് ശങ്കരനായിട്ടില്ല. പക്ഷെ മന്നത്ത് പത്മനാഭ പിള്ള നായർ സൊസൈറ്റിയുടെ നേതാവാണെങ്കിലും മന്നത്ത് പത്മനാഭനായിട്ട് മാറി. പിന്നെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചിരുന്നു അന്ന്, നമ്പൂതിരി യുവാക്കളെ മാത്രമേ നമ്പൂതിരി യുവതികളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞ് പൊതുജീവിതം ആരംഭിച്ച EMS എങ്ങനെയാണ് ജാതിയില്ലാത്തതിൻ്റെയും മതമില്ലാത്തതുമായ ഒരു സമൂഹത്തിൻ്റെ വക്താവായി മാറാൻ കഴിയുമെന്ന് ചോദിച്ചു. പിന്നെയും ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഏതായാലും സുബ്രഹ്മണ്യം പോറ്റി ഇടപെട്ട് ആ ചർച്ച ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ നിർത്തിച്ചു. അന്ന് ഞങ്ങൾ കണ്ടതാണ് ബേബിയുടെ ഈ വർഗീയപരമായ നിലപാട്. അതിനുശേഷം ഇവിടെ വന്ന ശേഷവും ബേബിയെ പോലുള്ളൊരു പല കാര്യങ്ങളിലും ആ നിലപാട് എടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ നേരെ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാം. ബേബിയുടെ ഈ സ്ഥാന ലബ്ധിയുടെ പിന്നിൽ കേരളം ചർച്ച ചെയ്യാത്തൊരു ഭാരതം ചർച്ച ചെയ്യുന്നില്ല. ഭാരതത്തിന് ഇതൊരു വിഷയമേ അല്ല.
ദേശീയ ചാനലൊന്നും ആരാണ് ഈ ബേബി എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. അവർക്ക് പ്രധാന വിഷയമല്ല. ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. കാരണം ദേശീയ തലത്തിൽ 1.47% വോട്ടാണ് നേടിയിട്ടുള്ളത്. അതെ സാർ, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആരാ വരുന്നൊക്കെ ജനം അന്വേഷിക്കുമായിരുന്നു. സുർജിത്താണ് ഇല്ലാതാക്കിയത്. സുർജിത്താണ് ബൂർഷ്വാ സമൂഹങ്ങളുടെ രക്ഷകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് വന്നയാള്. അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ മക്കൾ വ്യവസായിയാണ്, ബേബിയുടെ മകനും വ്യവസായിയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്തായാലും ഒന്നാം UPA വന്നു. ആ ഘട്ടത്തിൽ പ്രകാശ് കാരട്ടായിരുന്നു സോണിയാഗാന്ധിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ആള്. ആ ന്യൂക്ലിയർ പാക്റ്റിന്റെ പേരിൽ അമേരിക്കയുടെ തങ്ങണമെന്നും ആണവ കരാറിൽ ഒപ്പിടരുതെന്നും ചൈനയുടെ താല്പര്യം സംരക്ഷിക്കണമെന്നൊക്കെ വാദിച്ച ആൾ പ്രകാശ് കാരറ്റാണ്. ആ പ്രകാശ് കാരറ്റിന് ശേഷം സീതാറാം യെച്ചൂരി വന്നതോടുകൂടി സോണിയയ്ക്ക് ആവശ്യത്തിനുള്ളൊരു പാർട്ടി സെക്രട്ടറിയെ കിട്ടി. വീണ്ടും ബൃന്ദ കാരറ്റ് വന്നാൽ പ്രകാശ് കാരറ്റ് മാറിയ ശേഷം ഇപ്പം സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പ്രകാശ് കാരറ്റിനെ കോർഡിനേറ്ററാക്കി. മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ബൃന്ദ കാരറ്റ് വന്നു കഴിഞ്ഞാൽ അത് സോണിയയുടെ താല്പര്യത്തിനെതിരായി പോകുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ആ പഴയ കരാർ, രാഹുൽ ഗാന്ധിയും ചൈനീസ് വൈസ് പ്രസിഡന്റ് വന്നുണ്ടാക്കിയ കരാർ, ആ കരാറിലൊക്കെ എന്തോ ക്ലോസൊക്കെ ഉപയോഗിച്ചായിരിക്കും ഒരു പക്ഷെ, നമുക്കറിയില്ല. ആ കരാറ് ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്തായാലും അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ള സ്വാധീനം ഉപയോഗിച്ചായിരിക്കും സോണിയാഗാന്ധിയുടെ താല്പര്യം കേരളത്തിൽ സംരക്ഷിക്കുന്ന മലയാള മനോരമയും ഒക്കെ ചേർന്ന് ബേബിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കിയത്. സോണിയയുടെ കംഫർട്ടിൽ സോണിയ ആര് ഇരിക്കുമ്പോഴാണ് തൃപ്തിയാകുന്നുള്ളതിന് വേറെ ഉദാഹരണം കൂടിയുണ്ട്. രാജീവ് ഗാന്ധിക്ക് കേവലം കോൺഗ്രസിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് രാജീവ് ഗാന്ധി അന്ന് രാജീവ് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു മലയാളിയായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഹിന്ദുവാരെന്ന് മാത്രം പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തന്നെ പകരം നിർദ്ദേശിച്ച ആൾ വിൻസെന്റ് ജോർജ്. തിരിച്ചു ചെന്നപ്പം താൽക്കാലികമായി നിയമിച്ച വിൻസെന്റ് ജോർജിനെ സ്ഥിരമാക്കുകയും ചെയ്തു. അത് പിന്നെ അഴിമതിയുടെ തുടർക്കഥകൾക്ക് സഹായിയായിട്ട് വിൻസെന്റ് ജോർജ് വരികയും ചെയ്തു. മറ്റേയാളെ അവിടെ നിന്ന് മാറ്റി വേറൊരു ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് സോണിയയുടെ കംഫർട്ട് ലെവൽ, സോണിയ സുരക്ഷിതയെന്നും തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കരുതുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും തങ്ങളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് MA ബേബിയുടെ വരവോട് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കാര്യമൊന്ന് ഓർത്തു നോക്കൂ. വെസ്റ്റ് ബംഗാളിലെ പാർട്ടിയും പ്രകാശ് കാരറ്റും ഒക്കെ കോൺഗ്രസുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണ്. MA ബേബി വന്നു കഴിഞ്ഞ ഉടനെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യൻ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നതിനുള്ള രാഷ്ട്രീയത്തിന് കോൺഗ്രസ് അനിവാര്യ ഘടകമാണെന്നും കോൺഗ്രസിനോട് ചേർന്നുള്ള രാഷ്ട്രീയം പറ്റുള്ളൂ രാഷ്ട്രീയ നിലപാട് ബേബി പറയുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ബേബിയുടെ രാഷ്ട്രീയ നിലപാട് ശരിയാണ്, അവസരവാദത്തിൻ്റെ നിലപാട്. ഭാരതത്തെ എതിർക്കുക, ഹിന്ദുവിനെ എതിർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. ആ ഭാരതത്തെയും ഈ രാജ്യത്തെയും രാജ്യത്തിൻ്റെ സംസ്കൃതിയെയും ഹൈന്ദവ സംസ്കൃതിയെയും സംരക്ഷിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയെ എതിർക്കണം. ഈ കാര്യത്തിന് ഉതകുന്ന രീതിയിൽ സോണിയയും ബേബിയും ഒക്കെ ചേരുന്നൊരു സംവിധാനം പ്രയോജനപ്പെടുമെന്നായിരിക്കാം ബേബിയെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഞാൻ മുമ്പേ വിശദീകരിച്ച ശക്തികളുടെ താല്പര്യം. പക്ഷേ അതിനൊന്നും കാര്യമില്ല. അങ്ങ് ആദ്യം സൂചിപ്പിച്ച പോലെ ചത്ത കൊച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചത്ത കൊച്ചിൻ്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല. ചത്ത കൊച്ചിനെ ആരെക്കൊണ്ട് അരിഞ്ഞാണം കെട്ടിച്ചാലും പ്രയോജനമില്ല. അതുകൊണ്ട് പിരിഞ്ഞു പോകുമ്പം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു ഒരു കാലത്ത് എന്ന് പറയാം എന്നുള്ളൊരു അപ്പുറമായിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഈ നിത്യമായി അടച്ചുപൂട്ടി പൊളിച്ച് തള്ളാൻ പോകുന്ന ഈ പാർട്ടി സംവിധാനത്തിന് താക്കോല് കൈ കിട്ടിയിട്ട് MA ബേബിക്ക്, മറിയം അലക്സാണ്ടർ ബേബിക്ക് ഒന്നും ചെയ്യാനില്ല. അത് പാർട്ടിയെ നന്നാക്കില്ല, രാജ്യത്തിനെ
നന്നാക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.